ഹായ് എല്ലാവർക്കും SCRT സാമഗ്രിയിലേക്ക് സ്വാഗതം. 2026 ജനുവരി മാസത്തെ പ്രധാന കറണ്ട് അഫയേഴ്സ് വായിക്കുന്നത്. 2026 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശ്ശൂരാണ്. കായികമേളയുടെ വേദി തിരുവനന്തപുരമാണ്. ശാസ്ത്രോത്സവത്തിന്റെ വേദിയാണെങ്കിൽ പാലക്കാട്. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദിയാണ് തൃശ്ശൂര്. കായികമേളയുടെ വേദി തിരുവനന്തപുരമാണ്. ശാസ്ത്രോത്സവത്തിന്റെ വേദിയാണെങ്കിൽ പാലക്കാടാണ്. 18ാമത് വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ജേതാവ് എസ് ഹരീഷാണ്. 18ാമത് വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ജേതാവാണ് എസ് ഹരീഷ്. ഏത് നോവലാണ് ലഭിച്ചത്? പട്ടുനൂൽ പുഴു. എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു എന്ന നോവലിനാണ് 18ാമത് വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ലഭിച്ചത്. 50,000 രൂപ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബ്രിട്ടീഷ് റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച ഇന്ത്യൻ വംശജനായ US ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ ശ്രീനിവാസ് കുൽക്കർണി. ബ്രിട്ടീഷ് റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച ഇന്ത്യൻ വംശജനായ US ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ ശ്രീനിവാസ് കുൽക്കർണിയാണ്. 2026 രണ്ടാമത് ആഗോള ഉച്ചകോടി വേദിയാണ് ഇസ്രായേലിലെ എയിലാറ്റ്. 2026 രണ്ടാമത് ആഗോള ഉച്ചകോടി വേദിയുടെ രണ്ടാമത് ആഗോള ഉച്ചകോടി വേദി എയിലാറ്റ്. ഇസ്രായേലിലെ എയിലാറ്റിലാണ് 2026 രണ്ടാമത് ആഗോള ഉച്ചകോടിയുടെ വേദി എയിലാറ്റാണ്. പ്രമേയം സമുദ്ര ഭക്ഷ്യസുരക്ഷ സമുദ്രമാണ് ഭാവി. സമുദ്ര ഭക്ഷ്യസുരക്ഷ സമുദ്രമാണ് ഭാവിയാണ് പ്രമേയം. കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രിയാണ് രാജീവ് രഞ്ജൻ സിംഗ്. കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രിയാരാണ്? അത് രാജീവ് രഞ്ജൻ സിംഗ് ആണ്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹായത്തോടെ ദുരന്തമുഖത്ത് അകപ്പെട്ടവരെ കണ്ടെത്താൻ AI സംവിധാനത്തോടു കൂടിയുള്ള പദ്ധതി കണ്ടെത്തിയ NIT ആണ് കോഴിക്കോട് NIT. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹായത്തോടെ ദുരന്തമുഖത്ത് അകപ്പെട്ടവരെ കണ്ടെത്താൻ AI സംവിധാനത്തോടു കൂടി ഉള്ള പദ്ധതി കണ്ടെത്തിയ NIT ആണ് കോഴിക്കോട് NIT. സാമൂഹികമായും വിദ്യാഭ്യാസപരമായിട്ടും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായിട്ട് സ്വകാര്യ സ്കൂളുകളിൽ 25% സീറ്റുകൾ സൗജന്യമായി നൽകണമെന്ന് ഉത്തരവിട്ട കോടതിയാണ് സുപ്രീം കോടതി. എത്ര ശതമാനമാണ്? 25% സീറ്റുകൾ സൗജന്യമായി നൽകുക. സ്വകാര്യ സ്കൂളുകളിൽ 25% സീറ്റുകൾ സൗജന്യമായി നൽകണമെന്ന് ഉത്തരവിട്ട കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിലും സ്പെഷ്യൽ കാറ്റഗറി പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളുകളിലും 25% സീറ്റുകൾ പിന്നാക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കണം. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിൽ അംഗത്വം നേടുന്ന 5ാമത്തെ ഇന്ത്യൻ വിമാന കമ്പനിയാണ് ആകാശ എയർ. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിൽ അംഗത്വം നേടുന്ന 5ാമത്തെ ഇന്ത്യൻ വിമാന കമ്പനി എന്നാണ് ആകാശ എയർ ആണ്. 9ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന്റെ വേദിയുടെ 9ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന്റെ വേദിയാണ് കൊച്ചിയിലാണ്. അതിന്റെ പ്രമേയമാണ് സ്പൈസ് 360 ഭാവിക്ക് സജ്ജമാകാം. സ്പൈസ് 360 ഭാവിക്ക് സജ്ജമാകാം എന്നതാണ് പ്രമേയം. ഉദ്ഘാടനം ചെയ്യുന്നത് അമിതാഭ് കാന്താണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യ അതിഥിയായി എത്തുന്നത് മാർട്ടിൻ സോൺടാഗ്. പ്രകൃതിദത്ത ഭക്ഷണ നിറങ്ങളുടെ ആഗോള ഉൽപാദകരായ ഒറൈറ്റയുടെ മേധാവിയാണ് മാർട്ടിൻ സോൺടാഗ്. കായിക താരങ്ങൾക്ക് ഒളിമ്പിക് നിയമങ്ങളിലെ പഠനം, ഗവേഷണം, പരിശീലനം എന്നിവ നൽകുന്ന ദേശീയ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി നിയമിതനായത് PT ഉഷയാണ്. കായിക താരങ്ങൾക്ക് ഒളിമ്പിക് നിയമങ്ങളിലെ പഠനം, ഗവേഷണം, പരിശീലനം എന്നിവ നൽകുന്ന ദേശീയ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? PT ഉഷയാണ്. മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റ് ഗഗൻ നാരംഗാണ് മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റ്. വനിതാ ഹോക്കി ഇന്ത്യ ലീഗ് 2025-2026 കിരീടം നേടിയത് ഡൽഹി SG പൈപ്പേഴ്സ്. വനിതാ ഹോക്കി ഇന്ത്യ ലീഗ് 2025-2026 കിരീടം നേടിയത് ഡൽഹി SG പൈപ്പേഴ്സ് ആണ് കിരീടം നേടിയത്. 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് വേദിയാണ് സിംബാബ്വെ നമീബിയ. സിംബാബ്വെയാണ് 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദിയാണ് സിംബാബ്വെ നമീബിയ. 16 വർഷം നീണ്ട ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ച ഓസ്ട്രേലിയൻ വനിതാ താരമാണ് അലീസ ഹീലി. 16 വർഷം നീണ്ട ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഓസ്ട്രേലിയൻ വനിതാ താരമാണ് അലീസ ഹീലി. 2026 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദിയാണ് അത് തൃശ്ശൂരാണ്. കായികമേളയുടെ വേദിയുടെ അത് തിരുവനന്തപുരം. ശാസ്ത്രോത്സവത്തിന്റെ വേദിയാണെങ്കിൽ പാലക്കാടാണ്. 18ാമത് വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ജേതാവാണ് S ഹരീഷാണ്. ഹരീഷിന്റെ നോവലാണ് പട്ടുനൂൽ പുഴു.
50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രം അടങ്ങുന്നതാണ് പുരസ്കാരം. ബ്രിട്ടീഷ് റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച ഇന്ത്യൻ വംശജനായ US ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ ശ്രീനിവാസ് കുൽക്കർണിക്കാണ് ബ്രിട്ടീഷ് റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച ഇന്ത്യൻ വംശജനായ US ബഹിരാകാശ ശാസ്ത്രജ്ഞൻ. 2026 രണ്ടാമത് ആഗോള ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് ഇസ്രായേലിലെ എയിലാറ്റ്. 2026 രണ്ടാമത് ആഗോള ഉച്ചകോടിയുടെ വേദിയാണ് ഇസ്രായേലിലെ എയിലാറ്റാണ്. പ്രമേയം സമുദ്ര ഭക്ഷ്യസുരക്ഷ സമുദ്രമാണ് ഭാവിയാണ് പ്രമേയം. കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രിയാണ് രാജീവ് രഞ്ജൻ സിംഗ്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹായത്തോടെ ദുരന്തമുഖത്ത് അകപ്പെട്ടവരെ കണ്ടെത്താൻ AI സംവിധാനത്തോടു കൂടിയുള്ള പദ്ധതി കണ്ടെത്തിയ NIT ആണ് കോഴിക്കോട് NIT. സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായിട്ട് സ്വകാര്യ സ്കൂളുകളിൽ 25% സീറ്റുകൾ സൗജന്യമായി നൽകണമെന്ന് ഉത്തരവിട്ട കോടതിയാണ് സുപ്രീം കോടതി. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിലെ അംഗത്വം നേടുന്ന 5ാമത്തെ ഇന്ത്യൻ വിമാന കമ്പനി ഏതാണ്? അത് ആകാശ എയർ. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിലെ അംഗത്വം നേടുന്ന 5ാമത്തെ ഇന്ത്യൻ വിമാന കമ്പനിയാണ് ആകാശ എയർ. 9ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന്റെ വേദി കൊച്ചിയാണ്. കായിക താരങ്ങൾക്ക് ഒളിമ്പിക്സ് നിയമങ്ങളിലെ പഠനം, ഗവേഷണം, പരിശീലനം എന്നിവ നൽകുന്ന ദേശീയ ഒളിമ്പിക്സ് അക്കാദമി പ്രസിഡന്റായി നിയമിതനായത് PT ഉഷയാണ്. വനിതാ ഹോക്കി ഇന്ത്യ ലീഗ് 2025-26 കിരീടം നേടിയത് ഡൽഹി ST പൈപ്പേഴ്സ് ആണ്. 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദിയുടെയാണ് നമീബിയൻ സിംബാബ്വെയാണ് 2026 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി. 16 വർഷം നീണ്ട ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഓസ്ട്രേലിയൻ വനിതാ താരമാണ് അലീസ ഹീലി. ഓക്കെ, താങ്ക് യു.